നമസ്കാരം, DB ഡിസ്കോസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡിസ്കഷൻസ് ദാറ്റ് മാറ്റർ. മലയാള സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലഘട്ടമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ചിരിക്കുകയാണ്. അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന് വന്ന ഒരു റിലീസാണ് ആടുജീവിതം. ബ്ലെസ്സി സംവിധാനം ചെയ്തിട്ടുള്ള ആടുജീവിതം. അപ്പോൾ സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ, എന്താണ് അഭിപ്രായം സിനിമ കണ്ടതിന് ശേഷം? വളരെ ആകാംക്ഷയോടും പ്രതീക്ഷയോടും കൂടെ കാണാൻ പോയൊരു സിനിമയാണ് ആടുജീവിതം. ആടുജീവിതം ഒരു വിധത്തിൽ നല്ലൊരു മേക്കാണ്. സാധാരണ ഈ നോവല് ഒരു സെല്ലുലോയിഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ വായിച്ചിട്ടുള്ള ആ നോവലും അവിടെ കാണുന്ന ആ ഫ്രെയിംസിലൊക്കെ ഒരുപാട് വ്യത്യാസവും അതിൻ്റെ ഒരു ഭംഗിയും ചിലപ്പോൾ നമ്മൾ മനസ്സിൽ കണ്ട ഫ്രെയിംസിൻ്റെ അത്രയ്ക്കും വരാനായിട്ട് സാധ്യതയില്ലെങ്കിലും പക്ഷെ എനിക്ക് തോന്നുന്നത് ആടുജീവിതത്തിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ഗംഭീരമായിട്ട് നജീബ് എന്ന ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ബ്ലെസ്സി ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു എഫേർട്ട് തന്നെയാണ്. പിന്നെ എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുന്നത് വൈഡ് ഷോട്ടൊക്കെ കാണിക്കുമ്പോൾ ഈ മണലിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഷൂട്ടിംഗ് സ്ഥലത്ത് പോയിട്ടുള്ളവർക്ക് അറിയാം, ഒന്നല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ ടച്ച് ചെയ്യാനായിട്ട് ഫുട് പ്രിന്റ്സ് ഉണ്ടാവും നടക്കുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ പല പ്രാവശ്യവും റിഹേഴ്സൽ ചെയ്തിട്ടായിരിക്കും ഷോട്ട് എടുക്കാൻ പോകുന്നത്. അപ്പം ഈ മണലിലായതുകൊണ്ട് ഫുട് പ്രിന്റ്സ് ഇല്ലാതെ ഷൂട്ട് ചെയ്തത് ഭയങ്കര എഫർട്ട് എടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. ശരിക്കും അതൊരു ഡയറക്ടർ ബ്രില്യൻസ് എന്ന് തന്നെ പറയാൻ പറ്റും. തീർച്ചയായിട്ടും അത് ശ്രദ്ധിച്ചിട്ട് വളരെ ശ്രദ്ധാപൂർവം ചെയ്തിട്ടുള്ളൊരു വൈഡ് ആംഗിൾ ഷോട്ട്സ് ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ എന്നെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സംഭവം ആ ഒരു സാൻഡ് സ്റ്റോം വരുന്ന സമയത്ത് ആ ഹക്കീം അവിടെ വീണ് കിടക്കുന്നു. അപ്പോൾ സ്റ്റോം വരുമ്പോൾ ഒരിക്കലും നിലത്ത് മുട്ടുകുത്തി നിൽക്കരുത്, കിടക്കരുത്. കാരണം അത് പ്രത്യേകിച്ച് സ്റ്റോം എന്ന് പറയുമ്പോൾ സാൻഡ് സ്റ്റോം ബേസിക്കലി അവിടെ രണ്ട് ക്യാരക്ടേഴ്സും, അതായത് നജീബിൻ്റെ കൂടെയുള്ള ആഫ്രിക്കൻ ആ ക്യാരക്ടറും പരസ്പരം കൂടെ നിന്ന് ആ സ്റ്റോമിനെ പ്രതിരോധിക്കാൻ വേണ്ടി നിന്നൊരു സംഭവമാണ്. അപ്പൊ അതാണ് നമ്മൾ ജീവിതത്തിലും പഠിക്കേണ്ടത്. വേറൊരാൾ കൂടെ ഉണ്ടെങ്കിൽ എത്ര വലിയ ശക്തിയുള്ള സ്റ്റോം വന്നാലും നമുക്ക് നിൽക്കാനായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റും. അഥവാ അതിന് മുമ്പിൽ മുട്ടുകുത്തി കിടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൂടിപ്പോകും എന്നുള്ളൊരു വളരെ വലിയൊരു ഒരു ചിന്ത ആ ഫ്രെയിമിലൂടെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പൊ ഈ ആടുജീവിതം എന്ന് പറയുന്നത് ഒരു സർവൈവൽ ത്രില്ലർ ഒരു ജോൺറയിലാണല്ലോ അത് വരുന്നത്. അപ്പൊ ഇതുപോലുള്ളൊരു സിനിമകൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടില്ല. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആടുജീവിതത്തിന് എന്താണ് ഒരു സ്പെഷ്യാലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും ഇതിനു മുമ്പും ഒരുപാട് സിനിമകൾ അതുപോലെ വന്നിട്ടുണ്ട്, സർവൈവൽ ത്രില്ലറായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ആടുജീവിതം ഒരുപാട് കാത്തിരുന്ന് കണ്ടിട്ടാണെങ്കിൽ പോലും ഒരു വാവ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു സംഭവം എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയിട്ടില്ല. ഒരുപാട് ആദ്യം സൂചിപ്പിച്ചതുപോലെ നല്ല കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ എന്തോ ഒരു മിസ്സിങ് എനിക്കൊരു ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും മുമ്പ് നമുക്ക് പ്രധാന ഒരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് ടേക്ക് ഓഫ് പോലുള്ള സിനിമകൾ ഇതിനു മുമ്പും വലിയൊരു ഗൂസ് ബം ഫീലിംഗ് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു സിനിമ. പക്ഷെ അവിടെ സംഭവം ടേക്ക് ഓഫ് എന്ന് പറയുന്നത് നമ്മളൊരു നോവലായിട്ട് വായിക്കാത്തൊരു സംഭവമാണ്. അതൊരു റിയലായിട്ട് നടന്നൊരു സംഭവത്തെ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പം ഈ ആടുജീവിതം എന്ന് പറയുന്നത് നോവലായിട്ട് പ്രിന്റ് വന്നൊരു സംഭവമാണ്. അപ്പം ഈ ടേക്ക് ഓഫില് സംഭവം അതെങ്ങനെ കാണിച്ചാലും നമുക്ക് ഭയങ്കരമായിട്ട് ത്രില്ല് വരും. പക്ഷെ നമ്മൾ ആടുജീവിതം നമ്മളെപ്പോഴും നോവലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നൊരു പ്രശ്നമാണ്. പക്ഷെ എനിക്ക് ആടുജീവിതത്തില് ഇപ്പം ഇവർ രണ്ടുപേരും അവിടെ വന്ന് അവരെ വേറൊരാള് പറ്റിച്ച് അവർ കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് അവർ ആ ട്രാപ്പിൽ പെട്ട് പോകുന്നത്. ഒരുപക്ഷെ ഈ സിനിമ കണ്ടിട്ട് ഇനിയെങ്കിലും മലയാളികൾ ഇത്തരത്തില് ട്രാപ്പിൽ വിടാതിരിക്കാനായിട്ട് നോക്കണം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എത്ര പ്രബുദ്ധ കേരളമാണ്, സാക്ഷരതയുള്ള കേരളമെന്ന് പറഞ്ഞിട്ടും ഈ കഴിഞ്ഞ ദിവസം
നമ്മൾ റഷ്യയിലെ യുവാക്കള്, കൊല്ലത്തു നിന്നുള്ള യുവാക്കൾ അവിടെ പോയിപ്പെട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കുറെ പരിശ്രമങ്ങളൊക്കെ നടത്തുന്നു. അപ്പം ഇതൊരു പാഠമായിരിക്കണം ആടുജീവിതം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ചതിക്കുഴികളൊന്നും പെട്ടു പോവാതെ. പിന്നെ ഒരുപാട് കണ്ടിട്ടുള്ളത് ഈ സ്ത്രീകളെ വീട്ടു ജോലികൾക്കായിട്ട് ഗൾഫ് കൺട്രികളിലേക്ക് ഗതാമിൽ അത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തത പുലർത്താൻ തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിലും കുറച്ച് നമ്മളൊരു സാധാരണ ഒരു കാഴ്ചക്കാരൻ എന്ന നിലയ്ക്ക് നമുക്ക് തോന്നിയ കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേരും അവിടെ ചെന്നിട്ട്, ഗൾഫിൽ ചെന്നിട്ട് ഈ അറബി ഇവരോട് സംസാരിക്കുമ്പോൾ അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അത് വളരെ ട്രാൻസ്ലേഷൻ ഇല്ല, മലയാളത്തിലേക്കുള്ള ട്രാൻസ്ലേഷൻ അവിടെ കാണിക്കുന്നില്ല. പക്ഷേ അറബിയും തമ്മിൽ സംസാരിക്കുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ ഗംഭീരമായിട്ടൊരു ഡയറക്ടർ ഗംഭീരമായിട്ട് ചിന്തിച്ചിട്ട്, അതായത് നമ്മള് ഒരു പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഭാഷ അറിയാതെ ചെല്ലുന്ന ഒരാൾക്ക് മനസ്സിലാകുന്നില്ല ഒന്നും. ഓഡിയൻസായി നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞ പിന്നെ അവിടെ ആ ഒരു ഡിഫിക്കൽട്ടി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഡയറക്ടർ അതങ്ങനെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചും അത് കാണിച്ചത്. ഭയങ്കര ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇവിടെ. അപ്പൊ ഈ ആടുജീവിതം എന്ന് പറയുന്ന ഒരു നോവല് നമ്മളിപ്പം എനിക്ക് തോന്നുന്നു ഒരു നമ്മൾ വായനയിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് വായിച്ചിട്ടുണ്ടാവുന്ന നോവലുകളിൽ ഒന്നായിരിക്കും ഈ ആടുജീവിതം. ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ അത്രയും സ്വീകരിച്ചൊരു നോവലാണ്. അത് ഞാൻ ഒരു രാത്രി കൊണ്ട് വായിച്ചു തീർത്തൊരു നോവലാണ്. കാരണം അത്രയും നമ്മൾ അതിലേക്ക് ആ ഒരു നജീബിന്റെ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു നോവലാണ്. അപ്പം ആ ഒരു നോവല് സിനിമയാക്കുമ്പോൾ ആ ഒരു നോവലിനോട് എത്രമാത്രം നീതി പുലർത്തിയിട്ടുണ്ട് ഈ ബ്ലെസ്സിയുടെ ഈ ചിത്രം? അതൊരിക്കലും നീതി പുലർത്താൻ പറ്റില്ല. കാരണം നോവൽ എന്ന് പറയുന്നത് എഴുത്തുഭാഷയിൽ വരുന്നൊരു സംഭവമാണ്. അപ്പം അവിടെ ഞാൻ വായിക്കുന്ന ഓരോ, ഇപ്പം ഷിഫ വായിച്ചിട്ടുണ്ട്, ഇതിൽ വായിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഓരോരുത്തരും കാണുന്ന ഓരോ ഫ്രെയിം ഉണ്ടല്ലോ, അത് വളരെ വ്യത്യസ്തമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ ഒരു നാച്ചുറൽ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് എത്രമാത്രം പറ്റിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഒരല്പം സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ മൂവിയുടെ ഇടയ്ക്ക് ലെൻസ് ഫ്ലെയർ കാണാറുണ്ട്. നമ്മളെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഒരു ക്യാരക്ടറെ പോർട്രേ ചെയ്യുമ്പോൾ, കാണിക്കുമ്പോൾ ലെൻസ് ഫ്ലെയർ വരുമ്പോൾ അതൊരു ക്യാമറയ്ക്ക് മുമ്പിലാണ് അത് അഭിനയിക്കപ്പെടുന്നത് എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊരു എന്നെ സംബന്ധിച്ച് എനിക്ക് അത് അവോയ്ഡ് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു ഫീലിംഗാണ് എനിക്കുള്ളത്. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ഈ ഹക്കീമിനെ കണ്ടുമുട്ടുന്ന ഒരു സീനുണ്ട്. ശരിയാ. കാരണം വർഷങ്ങൾക്ക് ശേഷം ഒരാളെ കാണുന്ന ഒരു ഇമ്പാക്ട് ആ ഒരു സീനിൽ വരുത്താനായിട്ട് പറ്റിയിട്ടില്ല. കാരണം നമ്മളൊരാളെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുന്നു, പക്ഷെ പെട്ടെന്നൊരു ഒരു തോന്നല എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനകത്ത്. ഒരു നമ്മളെ ഒന്ന് ഇമ്പാക്ട് ചെയ്യുന്നില്ല, ഒരു ഇമോഷണലായിട്ട് നമ്മളെ, അവര് രണ്ടുപേർക്കും ഒരു ഇമോഷൻ ഉണ്ടായിരുന്നില്ല കാണുമ്പോൾ. പിന്നീടും ഒരു പരിധിവരെ പിടിച്ചിരുത്താൻ കാരണം നമ്മുടെ മ്യൂസിക് തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട്, ആ പാട്ട് പ്ലേസ് ചെയ്ത സ്ഥലവും ഒക്കെ എനിക്ക് ഭയങ്കര തീർച്ചയായിട്ടും നന്നായി, നല്ലൊരു രസമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ. റഹ്മാന്റെ മ്യൂസിക് നന്നായിട്ട് കേട്ടിരിക്കാനും കണ്ടിരിക്കാനും ഒക്കെ പറ്റിയൊരു ഇതായിരുന്നു. എനിക്കൊന്ന് ഈ നോവൽ ഇല്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ സിനിമയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഇടയ്ക്ക് തന്നെ ആണെങ്കിലും. അതെ ആടുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധം പോലും ഏർപ്പെട്ട ഒരു വിവാദം ഉണ്ടായി. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന് പറയുന്നതിലാണ് അവിടെ. ആക്ച്വലി ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി, സോ ഇറ്റ്സ് നോട്ട് എ ട്രൂ സ്റ്റോറി ആസ് ഇറ്റ് ഈസ്. ഇപ്പം നജീബ് പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ, അതായത് ഒറിജിനൽ നജീബ് പോലും ചിന്തിക്കാത്ത ചില ഫ്രെയിമുകൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അത് ഒരു നോവലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിൻ്റെ മനസ്സിൽ വരുന്ന ചില ഫ്രെയിമുകളാണ് അതൊക്കെ. അപ്പോൾ ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. അപ്പോൾ നമ്മൾ വിചാരിക്കും ആടുജീവിതം എന്ന് പറയുന്നത് അതേപോലെ തന്നെ സെല്ലുലോയിഡിലേക്ക് പകർത്തി കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിരാശപ്പെടേണ്ടി വരും തീർച്ചയായിട്ടും. അപ്പോൾ ഇറ്റ്സ് മസ്റ്റ് ഓഫ് ദി സ്റ്റോറീസ്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ടേക്ക് ഓഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി തന്നെയാണ്. സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ എ ട്രൂ ഇവന്റ്. പക്ഷെ അത് ഇതേപോലെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു നോവലിസ്റ്റ് എഴുതാതെ ഉള്ളത് കൊണ്ട് എന്തു വന്നാലും നമുക്കത് ഗൂസ് ബം ഉണ്ടാകും. അതാണ് അവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ടതാണ് ഈ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഒരു മേക്ക് ഓവർ നടത്തിയൊരു ഉണ്ടല്ലോ, അത്രയും എഫേർട്ട് എടുത്ത്
ചെയ്തൊരു സിനിമയാണ്. നമ്മൾ ഇത്രയും കാത്തിരുന്ന് കാണാനുള്ള ഒരു ഫാക്ടർ അതും കൂടിയാണ്. കാരണം പൃഥ്വിരാജ് ഇത്രയും വലിയൊരു മേക്ക് ഓവറിലൂടെ പോയിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ പൊട്രേ ചെയ്തു എന്ന് നമുക്ക് കാണാനുള്ള ഒരു ആകാംക്ഷയും ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പെട്ടെന്നാണ് അതിനകത്ത് ഒരു ട്രാൻസിഷൻ വരുന്നത്. നമുക്ക് ആ ഒരു മേക്ക് ഓവർ ഇപ്പം ഒരു 4 വർഷം നജീബ് എന്ന് പറഞ്ഞൊരാൾ ഗൾഫിൽ ജീവിച്ചിട്ട് ഒരു 4 വർഷം നമുക്ക് സിനിമ കാണാൻ പറ്റില്ലല്ലോ. അതിൽ 365x4 എന്ന് പറഞ്ഞ ഡേയ്സ് മുഴുവൻ ഇരുന്ന് സിനിമ കാണാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഒരു മേക്ക് ഓവർ എന്ന് പറയുമ്പോൾ ഒരു സഡൻ ചേഞ്ച് നമ്മൾ പെട്ടെന്ന് കാണുന്നു. അപ്പം അവിടെ എനിക്ക് തോന്നുന്നു ഡയറക്ടർ നല്ലൊരു ഒരു സിംബോളിസം യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ ആടിനെ ഷെയർ ചെയ്യുന്ന, അതായത് ആടിൻ്റെ രോമം വെട്ടി മാറ്റുന്ന ഒരു സംഭവം. അപ്പം അവിടെ പറയുന്നുണ്ട് പുതിയ മോഡേൺ മെഷീൻസ് ഒക്കെ അവൈലബിൾ ഉള്ളപ്പോൾ എന്തിനെ കത്രിയെ വെച്ച് കട്ട് ചെയ്യുന്നു എന്നുള്ളൊരിത് പറയുന്നത്. ഞാൻ ശീലിച്ചത് അതാണ്, എനിക്കിതാണ് ഫാസ്റ്റായിട്ട്. അവിടെ നിന്നാണ് പിന്നെ നജീബിൻ്റെ, അതായത് പൃഥ്വിരാജിൻ്റെ പുതിയ ആ ഒരു മേക്ക് ഓവറിലേക്ക് സാധനം മൂവ് ചെയ്യുന്നത്. വളരെ ആ ട്രാൻസിഷൻ ഗംഭീരമായിട്ട്, ട്രാൻസിഷൻ പല ഭാഗത്ത് കാണിച്ചതും നല്ല സ്മൂത്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പഴയ കാലഘട്ടം കാണിക്കാൻ വേണ്ടിയിട്ട് ആ മണലിൽ കിടന്നിട്ടുള്ളത്, പിന്നെ ആ പുഴ വെള്ളം ഒഴുകി വരുമ്പോൾ ആ പുഴയിലേക്ക് വന്ന് അതൊക്കെ ഭയങ്കരമായിട്ട് നല്ലൊരു ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ മേക്ക് ഓവറിൽ വന്നപ്പോൾ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും, അതായത് പൃഥ്വിരാജ് എന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വളരെ ഒരു സർപ്രൈസ് ആയിട്ടുള്ളൊരു സീൻ അതിനകത്ത് നിങ്ങൾ കാണും. പക്ഷേ അത് കാണിക്കാൻ വേണ്ടി കാണിച്ച പോലെ എനിക്ക് തോന്നിയത്. കാരണം ഇത്രയും നാള് പട്ടിണി കിടന്ന് ശരീരമൊക്കെ മെലിഞ്ഞ്, പിന്നെ അത് എന്തിനാ കാണിച്ചതെന്നുള്ള ഒരു സംഭവം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം ആ ടാങ്കിൻ്റെ അവിടെ പോയി ടാപ്പിൻ്റെ അടിയിലിരുന്ന് വെള്ളം അവിടെയും, പിന്നെ അപ്പർ ബോഡി മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോൾ ഒരാൾ അവിടെ നിന്നിട്ട് ഇപ്പോൾ കുളിക്കുകയാണ് എങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ചെറിയൊരു ഫ്യൂ സെക്കൻഡ്സിന് വേണ്ടി അത് മാത്രം കാണിച്ച് എനിക്ക് അത്രയും നാച്ചുറലായിട്ട് തോന്നിയില്ല. അതുപോലെ തന്നെ വേറൊരു അൺനാച്ചുറലായിട്ട് തോന്നിയൊരു സംഭവം, നഗരത്തിൻ്റെ, അതായത് ടൗണിൻ്റെ, സിറ്റിയുടെ അടുത്തേക്ക് വരുമ്പോൾ കാറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വണ്ടിക്ക് വേണ്ടി നിൽക്കുന്നൊരു സീനുണ്ട്. അവിടെ ഒരു ട്രക്ക് വന്നു, അതിൽ കയറുന്നില്ല. 2 ട്രക്ക് വന്നു, അതിനകത്തൊന്നും കയറാതെ അവിടെ ഒരു അറബി റോൾസ് റോയ്സ് കാറിൽ വന്നിട്ട് മുന്നോട്ട് പോയി തിരിച്ചു വന്ന് റോൾസ് റോയ്സ് കാറിൽ കയറ്റി. അത് ഭയങ്കര ഒരു സീനായി പോയിട്ടോ. ഡയലോഗുകളും ചെളി പറ്റുമോന്നും പേടിക്കണ്ട. എനിക്ക് തോന്നുന്നത് അതൊരു പക്ഷെ അറബീനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണെങ്കിലും പല രാജ്യത്തും ബാനാണ്, അറബീനൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. കാരണം ഒരിക്കലും അത് ഒരു നാച്ചുറാലിറ്റി ഇല്ലാതെ പോയൊരു സീനാണ്. അതുപോലെ ഈ സിനിമയിൽ എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തോന്നിയത്, ഈ നായകന് ഒരിക്കലും സ്വന്തമായിട്ടൊന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു താല്പര്യം കുറച്ച് കുറവ് പോലെയാണ് തോന്നിയത്. അത് രക്ഷപ്പെടാൻ 1-2 ഇൻസിഡന്റ് ഉണ്ട് അതിൽ. പക്ഷെ അതിലുപരി ഒരു സ്വയം എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടണം, മറ്റു പല വഴികളും നോക്കായിരുന്നു. ഇപ്പോൾ ഒരു എഴുത്തുകാരൻ എഴുതി അത് ആ ഒരു കാവ്യ സൃഷ്ടിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ നമുക്ക് ആ സിനിമയിലും കുറച്ചുകൂടെ എന്തെങ്കിലും ഒരു ഇത് പ്രതീക്ഷിച്ചിരുന്നു. 2-3 പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം ചെയ്തു, പക്ഷെ സക്സസ് ആയില്ല. പിന്നെ അതുകൊണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് ഗിവപ്പ് ചെയ്തു. ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ നമുക്കും ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, എങ്ങനെയെങ്കിലും എസ്കേപ്പ് ചെയ്യാൻ പറ്റും, അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. ആ ഒരു സംഭവം അതിനകത്ത് അത്രയ്ക്ക് അങ്ങോട്ട് കാണിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഈ പഴയ കാലഘട്ടത്തിൽ എന്തെങ്കിലും തോന്നിയിരുന്നോ? പഴയ അവരുടെ ഒരു റൊമാൻസ് കാണിക്കുന്ന സമയത്ത് സൈനുമായിട്ടുള്ള പല രംഗങ്ങളും ഒട്ടും അക്സെപ്റ്റബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമുക്കറിയാം സിനിമ കുറച്ചുകൂടി പഴയ ഒരു 10-20 വർഷം മുമ്പുള്ള ഒരു കാലഘട്ടമാണ് കാണിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു സൊസൈറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു സൊസൈറ്റി കുറച്ചും കൂടി ഓർത്തഡോക്സ് ആണ്. അപ്പം അങ്ങനെയുള്ള ഒരു സൊസൈറ്റിന്റെ ഒരു സെറ്റിംഗിൽ അവർ തമ്മിലുള്ള ഇത്തരത്തിലുള്ള രംഗങ്ങൾ, എസ്പെഷ്യലി ആ പുഴയിലേക്ക് പോകുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ, എടുത്തുകൊണ്ട് പോകുന്നു, തോളത്തിട്ട് എടുത്തുകൊണ്ട് പോകുന്നു. എന്താ പറയുക, ഒരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയില്ല. ഒരു ആർട്ടിഫിഷ്യൽ സംഭവം തന്നെയാണത്. പിന്നെ അത് ലിപ് ലോക്ക് എനിക്ക് തോന്നുന്നില്ല. ഒരു ഇത്രയും ഗ്രാമീണ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന 2 പേര് അതൊരു എനിക്ക് തോന്നുന്ന ഒരു സെല്ലിംഗ് പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ടുള്ള ഒരു. പിന്നെ ബ്ലസ്സി മൊത്തത്തിലൊരു മുൻകൂർ ജാമ്യം സിനിമയിലൂടെ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ്, സ്വന്തമായിട്ട് നമ്മൾ അനുഭവിക്കാത്തതൊക്കെ തീർച്ചയായിട്ടും ആളുകൾക്ക് കെട്ടുകഥകളാണ്. അത് ഓൾറെഡി അതിൽ പറയുന്നുണ്ട്, അത് ലാസ്റ്റിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് അതെ ഒരു മുൻകൂർ ജാമ്യം തന്നെയായിട്ടാണ്. പിന്നെ എനിക്ക് സിനിമ കണ്ടപ്പം എനിക്ക് ആദ്യത്തെ ഭാഗം ഫസ്റ്റ് ഹാഫ് കുറച്ചും കൂടി ഇങ്ങനെ വലിച്ചു നീട്ടുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായി.
ഇല്ല, എനിക്ക് ഫസ്റ്റ് ഹാഫ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും സമയം വേണ്ടി വരും. കാരണം നമുക്ക് നജീബ് എന്നൊരു ക്യാരക്ടറിനെ തൻ്റെ നാട്ടിൽ നിന്ന് വന്ന് പുതിയൊരു ദേശത്ത്, ഭാഷ അറിയാത്തൊരു സ്ഥലത്ത് വന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ജോലിയിലേക്ക് തള്ളിവിട്ട് ആരുമില്ലാതെ ഫോൺ പോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാഹചര്യങ്ങൾ ഒരുക്കുവാനായിട്ട് സമയം നാച്ചുറലായിട്ട് വേണം. പക്ഷെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫ് എന്നെ സംബന്ധിച്ച് കുറച്ച് ലാഗാക്കി. ആക്ച്വലി അവിടെ ആക്ടിങ് ആയിരുന്നു, പൃഥ്വിരാജ് ആക്ച്വലി ആക്ടിങ് ആണ്, നോട്ട് ലിവിങ്. എനിക്ക് അതാണ് ആ മൂവിയെ പറ്റിയിട്ട് സങ്കടം. കാരണം നജീബ് എന്ന ക്യാരക്ടറിനെ എത്രമാത്രം ആ സിനിമയിലേക്ക് ആ ജീവിതത്തിലേക്ക് അഭിനയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ച് കാണിക്കാനായിട്ട് എത്രമാത്രം പൃഥ്വിരാജിന് സാധിച്ചു എന്നുള്ളൊരു സംഭവം എനിക്ക് തോന്നിയില്ല സിനിമയിൽ ഇത്രയും. കാരണം ഒരുപാട് സമയമെടുത്ത് ലാഗ് ചെയ്ത് ഇപ്പം കുപ്പി കിട്ടുന്നു, അല്ലെങ്കിൽ ബിസ്ക്കറ്റിന്റെ ഫ്രഷ് കവർ കിട്ടുന്നു, അപ്പം നമ്മൾ പ്രതീക്ഷിക്കും അടുത്തെത്തി എന്നുള്ളൊരു സംഭവം. പക്ഷേ കുപ്പിയൊന്നും കാറ്റത്ത് പറന്നു വരില്ല. പക്ഷെ ബിസ്ക്കറ്റിന്റെ കവർ കാറ്റത്ത് പറന്നു വരാൻ, പിന്നെ അത് എപ്പോൾ വേണമെങ്കിൽ എവിടെയെങ്കിലും കിട്ടാം. പക്ഷെ ഒരു കുപ്പി കണ്ടു കിട്ടി കഴിഞ്ഞിട്ട് പിന്നെയും നമ്മളെങ്ങനെ ഇരുത്തി. പക്ഷെ ആ കുപ്പി വീണ് റോഡിലേക്ക് വന്ന് റോൾ ചെയ്ത് വന്നപ്പോൾ അതൊരു ഗംഭീര നല്ലൊരു സിംബോളിക് ആയിട്ടുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഓക്കെ, ഓവറോൾ നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു പടം. നമ്മൾ ഒരു നോവൽ അതിൻ്റെ ഒരു ചിത്രീകരണത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ സിനിമ കാണേണ്ടതും. ഈ സിനിമയ്ക്കാണെങ്കിൽ പ്രത്യേകിച്ച് കോവിഡ് സമയത്തായിരുന്നു ജോർദാനിൽ, അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങളും അവർ തന്നെ ഷെയറും ചെയ്തിട്ടുണ്ട്. പെട്ടുപോയ സമയത്ത് തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റാതെ ഒക്കെ അത്ര എഫേർട്ട് എടുത്ത് ചെയ്തൊരു ഇതാണ്, നമ്മൾ അഭിനന്ദിക്കണം. ഈ ആടുജീവിതം നജീബിൻ്റെ ജീവിതം പറയുന്നൊരു സിനിമയാണ്. അപ്പോൾ അത് നജീബ് അനുഭവിച്ച എല്ലാ കാര്യങ്ങളും ആടുജീവിതം എന്ന സിനിമയിലൂടെ ബ്ലെസ്സിക്ക് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കില്ല. അത് ഇറ്റ്സ് ഇമ്പോസിബിൾ. നമുക്ക് സിനിമയ്ക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ വളരെ വലിയൊരു കോൺട്രിബ്യൂഷനാണ് ബ്ലെസ്സി ഇത്രയും എഫേർട്ട് എടുത്ത് ഇത്രയും നാളത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിട്ട് എടുത്തിട്ടുള്ള ഒരു ചിത്രമാണ്. പക്ഷേ പറയുന്ന പോലെ ഈ മറ്റു പല നോവലുകളും ഇതേപോലെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ഞാൻ ഒരുപാട് നോവൽസ് വായിക്കുന്ന ഒരാളായതുകൊണ്ട് പറയാണ്. ഇപ്പം ദാവിഞ്ചി കോഡ് ആ സിനിമ വന്നിട്ട് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. കൈറ്റ് റണ്ണർ എന്ന് പറയുന്ന നോവൽ വായിച്ചിട്ട് അതിൻ്റെ സിനിമ കണ്ടപ്പോൾ ഞാൻ ആടുജീവിതം വായിച്ചിട്ടുണ്ട്, അത് സിനിമ കാണണ്ട എന്ന് മനസ്സിൽ ഉറപ്പിച്ചൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ബ്ലെസ്സി ഇത്രയും കഷ്ടപ്പാട് എടുത്ത് പൃഥ്വിരാജ് അതിലും ഒരുപാട് പ്രിപ്പറേഷനിലൂടെ കടന്നുപോയി ചെയ്ത്, അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളൊരു ആകാംക്ഷ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്കുണ്ടായിരുന്നു. ഓക്കെ, ഇറ്റ്സ് ഗുഡ് മൂവി. പക്ഷെ അതിൻ്റെതായ കുറെ ലിമിറ്റേഷൻസ് നമുക്കറിയാം. ഒരു നോവൽ സിനിമയാക്കുമ്പോൾ നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇട്ടാലും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമയും നജീബിന്റെ ജീവിത കഥ തന്നെയാണ്. അപ്പം പല രീതിയിലാണ് പ്രേക്ഷകർ അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കൂടി DB ഡിസ്കോഴ്സിന്റെ ആദ്യത്തെ സീസൺ ഇവിടെ അവസാനിക്കുകയാണ്. ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് MCJ ബാച്ച് 2022-24 ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു ഇത്. നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ. അപ്പോൾ തുടർന്നുള്ള സീസണുകളിലും ഈ ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് DB ഡിസ്കോഴ്സിന്റെ ആദ്യത്തെ സീസൺ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.